കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ എവരി വൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 ക്ലാസ് 6 ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു ഇല്ലേ ഇന്ന്? എല്ലാം നല്ലതുപോലെ എഴുതിയായിരുന്നോ? എക്സാം നല്ലതുപോലെ എഴുതിയായിരുന്നോ? ഈസി ആയിരുന്നോ? ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതിയ ആൻസേഴ്സൊക്കെ ശരിയാണോ നോക്കണ്ടേ? നോക്കാം അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആയിരുന്നു. റീഡ് ദ ഫോളോയിങ് സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. വൺ സൺഡേ ആഫ്റ്റർനൂൺ, ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം. മഹേഷ് എ 10-year-old ബോയ്, മഹേഷ് ഒരു 10 വയസ്സായ ആൺകുട്ടിയാണ്. വെൻറ്റ് ഔട്ട് ടു പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ്, എന്ത് ചെയ്തു? കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോയി. ഹി പ്ലേഡ് അൻറ്റിൽ സൺസെറ്റ്, സൂര്യൻ അസ്തമിക്കുന്നതുവരെ എന്ത് ചെയ്തു? കളിച്ചു. ഇറ്റ് ഈസ് ടു ലേറ്റ്, ഇത് ഒത്തിരി വൈകിപ്പോയി. ഐ ഹാവ് ടു ഗോ ഹോം, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം, മഹേഷ് സെഡ്. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ഡാർക്ക്, ഹി റാൻ ഹോം, ഇരുണ്ട് തുടങ്ങിയിരുന്നു. വീട്ടിലേക്ക് ഓടിയവൻ. മഹേഷ് ലോസ്റ്റ് ഹിസ് വേ, അവൻ എന്ത് ചെയ്തു? അവൻ്റെ വഴി മറന്നുപോയി. ഓ നോ, വേർ ഐ ആം, ഓ ഞാൻ എവിടെയാണ്? ദ സറൗണ്ടിങ്സ് വെയർ അൺഫെമിലിയർ, എനിക്ക് ചുറ്റുപാടൊന്നും പരിചയമില്ലല്ലോ. ദേർ വാസ് നോ വൺ അറൗണ്ട്, ഇവിടെ ആരെയും ചുറ്റും കാണുന്നുമില്ല. മഹേഷ് സ്റ്റുഡ് അപ്സെറ്റ് ഇൻ ദ ഡാർക്ക്നെസ്, ആ ഇരുട്ടത്തിങ്ങനെ പകച്ചു നിന്നു. ഹി റിമെമ്പേർഡ് വാട്ട് ഹിസ് ഗ്രാൻഡ് ഫാദർ ഹാഡ് ടോൾഡ് ഹിം, അവൻ പെട്ടെന്ന് ഓർമ്മിച്ചു, അവൻ്റെ ഗ്രാൻഡ് ഫാദർ, അവൻ്റെ അപ്പൂപ്പൻ അവനോട് പറഞ്ഞിട്ടുള്ളത് ഓർമ്മിച്ചു. ഇഫ് യു ആർ ലോസ്റ്റ് ട്രൈ ക്ലൈംബിങ് എ ട്രീ ടു സീ വെയർ യു ആർ. നീ നഷ്ടമായാൽ എന്ത് ചെയ്യണം? നീ ഒരു മരത്തിന് മുകളിൽ കയറണം. നീ എവിടെയായിരുന്നാലും അവിടെ എന്ത് ചെയ്യണം? ഒരു മരത്തിന് മുകളിൽ കയറണം. സൂൺ ഹി ഫൗണ്ട് എ ടോൾ ട്രീ, അങ്ങനെ അവൻ അവശേഷം എന്ത് ചെയ്തു? ഒരു വലിയൊരു മരം കണ്ടെത്തി, പൊക്കമുള്ള മരം കണ്ടെത്തി. ഹി ക്വിക്ക്ലി ക്ലൈംബ്ഡ് അപ്പ്, അവൻ പെട്ടെന്ന് മുകളിലേക്ക് കയറി. ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്, ചുറ്റും നോക്കി. ഹി നോട്ടീസ്ഡ് എ സ്മോൾ ലൈറ്റ് ഫ്ലക്കറിങ് അറ്റ് എ ഡിസ്റ്റൻസ്, അവൻ നോട്ടീസ് ചെയ്തു, അവൻ കണ്ടു ഒരു ചെറിയൊരു ലൈറ്റ് ദൂരെ മിന്നി മറയുന്നു, ഇങ്ങനെ മിന്നുകയാണ്. ക്ലൈംബിങ് ഡൗൺ ഹി ഹറി ടുവേർഡ്സ് ദ ലൈറ്റ്, ലൈറ്റ് കണ്ട ഭാഗത്തേക്ക് അവൻ താഴെ ഇറങ്ങി, മരത്തിൽ നിന്നിറങ്ങി നടക്കാൻ തുടങ്ങി. ഇറ്റ് വാസ് എ ലിറ്റിൽ ഷോപ്പ്, അതൊരു ചെറിയൊരു ഷോപ്പായിരുന്നു. വാട്ട് ഡു യു വാണ്ട്? ദ ഷോപ്പ് കീപ്പർ ആസ്ക്ഡ്, എന്താ നിനക്ക് വേണ്ടേ? ഷോപ്പ് കീപ്പർ ചോദിച്ചു. ഐ ലോസ്റ്റ് മൈ വേ, ഞാൻ എൻ്റെ വഴി മറന്നു. ഐ നീഡ് ടു കോൾ മൈ ഡാഡ്, എനിക്ക് എൻ്റെ അച്ഛനെ വിളിക്കണം. മഹേഷ് റിപ്ലൈഡ് ഇൻ എ ട്രെംബ്ലിംഗ് വോയിസ്, പതറിയ സ്വരത്തിൽ പറഞ്ഞു. ഹിയർ ഈസ് ദ ഫോൺ സെഡ് ദ ഷോപ്പ് കീപ്പർ, ഇവിടെ ഫോൺ ഉണ്ടെന്ന് ഷോപ്പ് കീപ്പർ പറഞ്ഞു. താങ്ക് യു അങ്കിൾ സെഡ് മഹേഷ്. മഹേഷ് കോൾഡ് ഹിസ് ഫാദർ ആൻഡ് ടോൾഡ് ദ മാറ്റർ. ദെൻ ഹി വെയിറ്റഡ് ദെയർ ഫോർ ഹിസ് ഫ്രണ്ട്സ് അറൈവൽ, അച്ഛൻ്റെ വരവിനായിട്ട് അവൻ കാത്തിരുന്നു. അപ്പോൾ സ്റ്റോറി മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസിന് ആൻസർ നൽകാം. വൺ സൺഡേ ആഫ്റ്റർനൂൺ, ഒരു ദിവസം ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം. മഹേഷ് പോയി, എവിടെയാ? ടു സ്വിം വിത്ത് ഹിസ് ഫ്രണ്ട്സ്, നീന്താൻ പോയി കൂട്ടുകാരോടൊപ്പം. ടു പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ്, കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോയി. ടു സ്കൂൾ വിത്ത് ഹിസ് ഫ്രണ്ട്സ്, കൂട്ടുകാരോടൊപ്പം സ്കൂളിൽ പോയി. ടു ക്ലൈംബ് ദ ട്രീ, മരം കയറാൻ പോയി. ഏതാ ആൻസർ? ടു പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ്. വൈ വാസ് മഹേഷ് അപ്സെറ്റ്? മഹേഷ് എന്തുകൊണ്ടാണ് അപ്സെറ്റ് ആയി നിന്നേ? ചുറ്റും നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. ദ സറൗണ്ടിങ്സ് വെയർ അൺഫെമിലിയർ, ചുറ്റുപാട് പരിചയമില്ലാത്തതാണ്. ദേർ വാസ് നോ വൺ അറൗണ്ട്, ചുറ്റും ആരും കാണുന്നില്ല. അതുകൊണ്ടാണ് മഹേഷ് അപ്സെറ്റ് ആയത്. ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻ ഷൈനിങ് അൺസ്റ്റഡി. മിന്നുന്നത് എന്താണ് ടീച്ചർ പറഞ്ഞ? മിന്നുന്നൊരു വേർഡ് ഫ്ലിക്കറിങ്. എന്താ പറഞ്ഞേ? ഫ്ലിക്കറിങ്. ഷൈനിങ് അൺസ്റ്റഡി എന്നതിനുള്ളൊരു മറ്റൊരു വാക്ക് ഫ്ലിക്കറിങ്. ഇഫ് യു ആർ ലോസ്റ്റ് ട്രൈ ക്ലൈംബിങ് എ ട്രീ ടു സീ വെയർ യു ആർ. നീ എവിടെയാണോ നിൽക്കുന്നത്, നിന്നെ നഷ്ടപ്പെടുന്ന ഈ മരത്തിന് മുകളിൽ കയറുക. ഹൂ സെഡ് ദിസ്? ഇതാരാ പറഞ്ഞേ? മഹേഷ് ഗ്രാൻഡ് ഫാദർ ആണ് പറഞ്ഞത്. വാട്ട് ക്വാളിറ്റി ഡു യു ഫൈൻഡ് ഇൻ മഹേഷ്? മഹേഷിൽ നിന്ന് എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് മനസ്സിലായത്? പ്രസൻസ് ഓഫ് മൈൻഡ്, അവസരത്തിനനുസരിച്ച് ബുദ്ധി ഉപയോഗിച്ചു. കൗവാർനെസ്, ഭയമുണ്ടായി. ലെസ്നെസ്, മടിയനായിരുന്നു. സ്ട്രെങ്ത്, ശക്തിയുള്ളവനായിരുന്നു.
ഇതിലേതാണ്? പ്രസൻസ് ഓഫ് മൈൻഡ്. ആ ഒരു സമയം ബുദ്ധി ഉപയോഗിച്ച് എന്ത് ചെയ്തു? മരത്തിന് മുകളിലേക്ക് കയറിയല്ലേ? അതുകൊണ്ടല്ലേ ലൈറ്റ് കണ്ടത്. യെസ്. ഓക്കെ, സെക്കൻഡ് ആക്ടിവിറ്റി ഡയറി എഴുതാനായിരുന്നു. മഹേഷ് വാസ് ഹാപ്പി ദാറ്റ് ഹി റീച്ച്ഡ് ഹോം സേഫ്ലി. മഹേഷ് വീട്ടിലെത്തിയത് കൊണ്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. സേഫായിട്ട് എത്തിയത് കൊണ്ട് മഹേഷ് നല്ല സന്തോഷത്തിലായിരുന്നു. ഹി റോട്ട് ഹിസ് എക്സ്പീരിയൻസസ് ഇൻ ഹിസ് ഡയറി. അവൻ എന്ത് ചെയ്തു? അവൻ നിന്നുണ്ടായ അനുഭവം ഡയറിയിൽ എഴുതി. പ്രിപ്പയർ ദ ഡയറി എൻട്രി ഓഫ് മഹേഷ്. മഹേഷിൻ്റെ ഡയറി തയ്യാറാക്കുക. എങ്ങനെയായിരിക്കുമെന്ന് എഴുതുക. തേർഡ് ക്വസ്റ്റ്യൻ, തേർഡ് ആക്ടിവിറ്റി കോൺവെർസേഷനാണ്. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ലേറ്റ് നൈറ്റ്. ഇത് ഒത്തിരി വൈകിപ്പോയി. രാജ ഡിഡ്ന്റ് റിട്ടേൺ ഹോം. രാജ തിരിച്ച് വീട്ടിലെത്തിയില്ല. ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ വെയർ വറീഡ്. ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ദുഃഖിച്ചു. റൈറ്റ് ദ പോസിബിൾ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ. ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതുകയാണ്. വേർ ഈസ് അവർ രാജ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. എഴുതിയല്ലോ എല്ലാവരും? ആക്ടിവിറ്റി 4, ഇൻവിറ്റേഷൻ കാർഡ്. The prince decided to marry Cinderella. He invited all the people in his country to attend the marriage. നമ്മുടെ പ്രിൻസ് എന്ത് ചെയ്തു? സിൻഡ്രല്ലയെ മാരി ചെയ്യാൻ, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. He invited all the people in his country. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലെ എല്ലാ ആൾക്കാരെയും കല്യാണത്തിന് ക്ഷണിച്ചുകൊണ്ട് ഒരു ഇൻവിറ്റേഷൻ കാർഡ് തയ്യാറാക്കുക. പ്രിപ്പയർ ആൻ ഇൻവിറ്റേഷൻ കാർഡ്. അതായിരുന്നു 4ാമത്തെ ആക്ടിവിറ്റി. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആക്ടിവിറ്റി 5, ദ ഫോളോയിങ് ആർ സം ഈവൻറ്റ്സ് ഓഫ് എ സ്റ്റോറി, റീഡ് ദം. ഇതൊരു സ്റ്റോറിയിലെ ഭാഗങ്ങളാണ്, പക്ഷേ അത് ക്രമമായിട്ടല്ല കൊടുത്തിട്ടുള്ളത്. സെൻറ്റൻസ് ക്രമം തെറ്റിച്ച് കൊടുത്തിരിക്കുവാണ്. അത് റീഅറേഞ്ച് ചെയ്യണം. ഫസ്റ്റ് വൺ, ടോം ലവ്ഡ് റീഡിങ് ബുക്സ് മോർ ദാൻ എനിത്തിങ് എൽസ്. ടോം ഇഷ്ടപ്പെടുന്ന, മറ്റുള്ളതിന് എന്തിനേക്കാളും ഇഷ്ടപ്പെടുന്നത് ബുക്ക് വായിക്കാനാണ്. അപ്പോൾ ഇതാണ് 1ാമത്തെ സെൻറ്റൻസ്. 2ാമത്തേത് കണ്ടെത്തുക. 2ാമത്തേത് ടീച്ചർ ഇപ്പോൾ പറയാം. ഇതായിരുന്നു. വൺ ഡേ ഹി റിയലൈസ്ഡ് ദാറ്റ് ഹി ഹാഡ് ലോസ്റ്റ് വൺ ഓഫ് ഹിസ് ഫേവറേറ്റ് ബുക്ക്. ഒരു ദിവസം അവൻ മനസ്സിലാക്കി അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? നഷ്ടമായിരിക്കുന്നു. തേർഡ് വൺ ഇതായിരുന്നു. ഫീലിംഗ് സാഡ് ആൻഡ് വറീഡ്. ദുഃഖത്തോടെയും വിഷമത്തോടെയും എന്ത് ചെയ്തു? ഹി ആസ്ക്ഡ് ഓൾ ഹിസ് ഫ്രണ്ട്സ് ഇഫ് ദേ ഹാഡ് സീൻ ഹിസ് ബുക്ക്. ബുക്ക് കണ്ടോ എന്ന് കൂട്ടുകാരോട് ചോദിച്ചു. ടോം ആൻഡ് ഹിസ് ഫ്രണ്ട്സ് സെർച്ച്ഡ് എവരിവെയർ ബട്ട് ഡിഡ് നോട്ട് ഫൈൻഡ് ഇറ്റ്. 4ാമത്തെ സെൻറ്റൻസ് ഇതായിരുന്നു. കൂട്ടുകാരും ടോമും കൂടി എല്ലായിടവും നോക്കി, പക്ഷേ കണ്ടു കിട്ടിയില്ല. 5th സെൻറ്റൻസ്, ഫോർച്ചുനേറ്റ്ലി ടോംസ് ഫ്രണ്ട് മിയ ഫൗണ്ട് ദ ബുക്ക് ഇൻ ദ സ്കൂൾ ലൈബ്രറി. അവസാനം ടോമിൻ്റെ ഫ്രണ്ട് മിയ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് കണ്ടെത്തി. 6th സെൻറ്റൻസ്, ടോം ഫെൽറ്റ് ഇമ്മൻസ് റിലീഫ് ആൻഡ് ഹി താങ്ക്ഡ് മിയ. അവന് ആശ്വാസമായി അവൻ മിയയ്ക്ക് നന്ദി പറഞ്ഞു. ഇതായിരുന്നു 6ാമത്തെ സെൻറ്റൻസ്. അപ്പോൾ 1ാമത്തെ സെൻറ്റൻസ് 2, 3, 4, 5, 6 ഈ ഒരു ഓർഡറിലായിരുന്നു താഴെ എഴുതേണ്ടിയിരുന്നത്. ഓക്കെ, ആരും തെറ്റിച്ചില്ലല്ലോ? എല്ലാവരും എഴുതിയില്ലേ? ഓക്കെ, ആക്ടിവിറ്റി 6 നോക്കാം. എഡിറ്റിംഗ് ആയിരുന്നു. എഡിറ്റിംഗ് എങ്ങനെയായിരുന്നു? റീഡ് ദ പാസേജ് ആൻഡ് എഡിറ്റ് ദ അണ്ടർലൈൻഡ് വേർഡ്സ്. അടിയിൽ വരച്ചിരിക്കുന്ന വാക്കുകൾ എഡിറ്റ് ചെയ്യുക. അപ്പു ഫോളോ ചെയ്തു. ഹെർ സിസ്റ്റർ ആണോ? അപ്പു എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ആൺകുട്ടി. അപ്പോൾ ഇവിടെ ഹെർ വരോ ഹിസ് വരോ? ഹിസ് സിസ്റ്റർ, അവൻ്റെ സിസ്റ്ററിനെ ഫോളോ ചെയ്തു. ഹിസ്, ഹെർ അല്ല, ഹിസ്. ഔട്ട് ടു വാച്ച് ദ കൗ ബീങ് മിൽക്ക്ഡ്. ആസ് സൂൺ ആസ് ഹി സ്റ്റെപ്ഡ്. സ്റ്റെപ്ഡ് സ്പെല്ലിംഗ് ഇതാണോ? ഒരു പി മതിയോ? സ്റ്റെപ്ഡ്? നോ, ഡബിൾ പി. സ്റ്റെപ്ഡ്, STEPPED. സ്പെല്ലിംഗ് തെറ്റായിരുന്നു 2ാമത്തേത്. ഇൻ ടു ദ ഔട്ടർ കോർട്ട്യാർഡ്. ദുർഗ ഒരു പേരല്ലേ? അപ്പോൾ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? ക്യാപിറ്റൽ ആയിരിക്കണം. അപ്പോൾ സിയുടെ ആൻസർ D ക്യാപിറ്റൽ ആക്കിക്കൊണ്ട് ദുർഗ. ലാൻഡഡ് ഹിം. ആൻ സ്മാർട്ടാണോ എ സ്മാർട്ടാണോ? ആൻ കഴിഞ്ഞാൽ വവ്വൽസ് AEIOUയിൽ തുടങ്ങുന്ന വാക്കായിരിക്കണം. ഇവിടെ എസ്സിൽ തുടങ്ങുന്ന വാക്കാണ്. അപ്പോൾ എന്താ വരിക? ആൻ അല്ല വരിക, എ ആണ് വരിക. എ സ്മാർട്ട് ബ്ലോ. ടു ഹിസ് ബാക്ക് ആണോ ഓൺ ഹിസ് ബാക്ക് ആണോ? പുറത്തെന്ന് പറയുമ്പോൾ ഓൺ ആണ്. ഓൺ ഹിസ് ബാക്ക്. അപ്പോൾ ഈ ഓൺ ആയിരുന്നു. ഹിസ്, സ്റ്റെപ്ഡ്, D ക്യാപിറ്റൽ ദുർഗ, എ ഓൺ. ഇതായിരുന്നു എഡിറ്റിങ്ങിൻ്റെ ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 7, തോട്ട്സ്. Cinderella somehow managed to reach home after the ball. She couldn't believe the incidents that happened at night. Prepare the thoughts of Cinderella. ഇവിടെ ക്ലൂസ് ഉണ്ട്, ഹിൻ്റ് ഉണ്ട്, എന്തൊക്കെയാണ് ചിന്തിച്ചിരിക്കാൻ സാധ്യത എന്നുള്ള ഹിൻ്റ് ഉണ്ട്. ഇതുപയോഗിച്ച് തോട്ട്സ് എഴുതാനുള്ളതായിരുന്നു 7th ആക്ടിവിറ്റി.
ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.